കുക്കർ ഉപ്പുമാവ് തയ്യാറാക്കാനായി 1 കപ്പ് വറുത്ത റവ എടുത്തു വെച്ചിട്ടുണ്ട്. അത് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് 2 വലിയ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറിയതായി അരിഞ്ഞ സബോള അല്ലെങ്കിൽ മീഡിയം സൈസിൽ 2 സബോള, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, ഇവ രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. മൂടി വെച്ച് വേണം ചിക്കൻ വേവിക്കാൻ. അതിനിടയിൽ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 വലിയ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ബീൻസ് അരിഞ്ഞത്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസ്. ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനു പകരം ക്യാരറ്റ് ചേർക്കാവുന്നതാണ്. വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന ചിക്കനിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം അതിലിട്ട് വറുത്തെടുക്കണം. ചിക്കൻ ചേർക്കാത്തവർ സബോള വഴറ്റിയ ശേഷം ചിക്കൻ ചേർക്കാതെ ഡയറക്റ്റായി വറുത്ത റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത റവയും ചേർക്കാം. കാരണം 3-4 മിനിറ്റ് റവ ഇതിനകത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. 4 മിനിറ്റിന് ശേഷം ചൂടോടുകൂടെ തിളച്ച വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം റവ ചേർത്ത് കൊടുത്താൽ മതി. ചൂടാറരുത്, വറുത്ത റവ ചൂടാറരുത്. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. വിസിൽ വരണമെന്ന് നിർബന്ധമില്ല. കുക്കറിന്റെ മൂടി അടച്ചു വെക്കുമ്പോൾ വിസിലിടാതെ മറക്കരുത്. കറക്റ്റ് 3 മിനിറ്റ് നേരം തീയിൽ വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എക്സാക്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആവി എല്ലാം പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം കുക്കർ തുറന്ന് ചൂടോടുകൂടി തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ചൂടാറിയാൽ കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ കുക്കർ തുറന്ന് മിക്സ് ചെയ്ത് വെക്കണം. കുക്കറിൽ വെക്കുമ്പോൾ ഉപ്പുമാവിന് വളരെയധികം സോഫ്റ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ പുതിയ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി രേഖപ്പെടുത്തണേ.